നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിലും നിയമസഭയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ വരെ അട്ടിമറിക്കാൻ BJP വലിയ തോതിൽ പണമൊഴുക്കുന്നു എന്ന വ്യാപകമായ പരാതി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് അതിനെപ്പറ്റി യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ ഡീലിമിറ്റേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതിയും വ്യാപകമാവുകയാണ്. ദേശീയ തലത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ പല ന്യായങ്ങളും പറയുകയാണ്. അതെല്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത്തരത്തിൽ പല റിപ്പോർട്ടുകളും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി കൃത്യമായി തൻ്റെ ഭൂപടം ലക്ഷ്യം വെച്ചുകൊണ്ട് മണ്ഡലാടിസ്ഥാനത്തിൽ എങ്ങനെ വിഭജിക്കണമെന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും കൃത്യമായി വിഭാവന ചെയ്ത് ഓരോ സംസ്ഥാനങ്ങളിലെയും BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ യോഗം വിളിച്ചു ചേർത്ത് അവിടുത്തെ ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വിഭജനം ഏത് രീതിയിലാകണം, അത് തങ്ങളുടെ കൈവശം അത് എല്ലാ രീതിയിലും സ്വാധീനിക്കാൻ കഴിയുന്നതാണ് എന്ന് കൃത്യമായി ഉപദേശിച്ച് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ദേശീയ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ മുന്നിൽ ശുപാർശയായി രേഖപ്പെടുത്തി അവരെ കൊണ്ട് കൃത്യമായി കേന്ദ്രം ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സ്റ്റാലിൻ അടക്കമുള്ള നിരവധി നേതാക്കൾ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ കൊണ്ടുവരുന്ന മാർഗനിർദ്ദേശങ്ങൾ ഒരു രീതിയിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. GDPയുടെ കാര്യത്തിൽ, അതായത് രാജ്യത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യം, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ എത്ര ശതമാനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സംഭാവന ചെയ്യുന്നു എന്നത് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ ലോക്സഭാ വിഭജനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ ലോക്സഭാ വിഭജനം വാസ്തവത്തിൽ ഏറ്റവും സന്തുലിതമായ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതിന് തത്തുല്യമായ രീതിയിൽ, അതായത് 543 ലോക്സഭാ സീറ്റുകൾ നിരവധിയായ സംസ്ഥാനങ്ങളിൽ ഉള്ളതിന് തത്തുല്യമായ രീതിയിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും GDP കൂടി കണക്കിലെടുത്തുകൊണ്ട് വിഭജിക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യം പൂർത്തീകരിക്കപ്പെടൂ. വളരെ വ്യക്തവും സ്പഷ്ടവുമായി ഫാമിലി പ്ലാനിംഗ് കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പലരെയും താറടിക്കാനും അവരെ നിർവീര്യമാക്കാനും ശ്രമിക്കുന്ന കമ്മീഷൻ നടപടികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ കൂടി പറഞ്ഞതോടുകൂടി ഇതൊരു ദേശീയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാറിലെ RJD ആയിരുന്നാലും, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി ആയിരുന്നാലും, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നാലും ഡീലിമിറ്റേഷൻ കമ്മീഷനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ്. വാസ്തവത്തിൽ BJPക്ക് അവിടെയാണ് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ കൃത്യമായും BJPക്ക് അനുകൂലമായ നിലപാടുകൾ, സീറ്റുകൾ വിഭജിക്കുന്നത് വിജയിക്കുന്ന തരത്തിലേക്ക് മണ്ഡല പുനഃക്രമീകരണം BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നു, രേഖപ്പെടുത്തുന്നു. അത് കേന്ദ്രത്തിൻ്റെ ശുപാർശ കൊണ്ടാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ BJP വെട്ടിലാവുകയാണ്.